എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. തിരുനാമം എവ്രിതിങ് എല്ലാ രീതിയിലും ഇടയൻ എല്ലാം കൊടുത്തിട്ടാണ് അവനെ ആലയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ തിരിച്ച് ആലയിലേക്ക് പോകുമ്പോഴാണ് ആടിന് വഴി തെറ്റുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഒന്നും കിട്ടാത്തപ്പോഴല്ല, എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടും അവൻ എന്താണ്, എല്ലാം ലഭിച്ചിട്ടും ഇവൻ പോകുമ്പോൾ ഇവൻ എന്തിനാണ് ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയെന്ന് എൻ്റെ ചോദ്യം. അതായത് ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും, നീഡ്സ്, ഗ്രീഡ്സ് ഒന്നുമല്ല, നീഡ്സ്, അവൻ്റെ സകല ആവശ്യങ്ങളും നിർവഹിച്ചിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കാര്യം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കാര്യം അവന് എന്ത് ദൈവം കൊടുത്തോ ആ കാര്യത്തിലുള്ള അസംതൃപ്തിയാണ് അവനെ ഇടത്തും വലത്തും നോക്കാൻ പ്രേരിപ്പിച്ചത്. ഇത് നമ്മുടെ ഒക്കെയും ഓർക്കേണ്ട കാര്യം ഇതാണ്. തെറ്റിപ്പോകാനുള്ള, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ആട് തെറ്റിപ്പോകുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ്റെ അസംതൃപ്തി. സംതൃപ്തിയോടെ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരാടും തെറ്റിപ്പോകത്തില്ല. കാര്യം അവൻ്റെ നോട്ടം എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും, ദൈവത്തിൽ തന്നെ ആയിരിക്കും, കർത്താവിൽ തന്നെ ആയിരിക്കും. കർത്താവിൽ നിന്ന് നോട്ടം മാറുന്ന എപ്പോഴാണെന്ന് അറിയാമോ? കർത്താവ് അവന് കൊടുത്ത കാര്യത്തിലും കർത്താവിലും അവന് സംതൃപ്തനാകാൻ കഴിയാത്തപ്പോഴാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ അവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. നമ്മുടെ സകല നീഡ്സും നമ്മുടെ സകല ആവശ്യങ്ങളും അവൻ നമുക്ക് വേണ്ടി നിർവഹിച്ചു തരും. പക്ഷേ ഗ്രീഡ്സ് ഒന്നും തരുന്നില്ല. പക്ഷേ എല്ലാവർക്കും ദൈവം അവരുടെ നീഡ്സ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളത് എന്താണോ അത് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ളത് കർത്താവിനാണ് അറിയാവുന്നതും, എനിക്കല്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന നോക്കിയാണല്ലോ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ അത്യാഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ കരഞ്ഞു കൂവി പ്രാർത്ഥിക്കുകയോ 3 ദിവസമോ 16 ദിവസമോ ഉപവാസം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടു കൂടെ അറിയിച്ചാൽ മതി എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഉപവാസം എടുക്കണം, അത് വേറെ. എന്തിനാണെന്നറിയാമോ? ഉപവാസം എടുക്കുന്നത് എൻ്റെ സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. ദൈവവുമായിട്ടുള്ള എൻ്റെ റിലേഷനിൽ എനിക്ക് എന്താണ്, ഏതെങ്കിലും നിലയിൽ ഒരു കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ റിലേഷനിലേക്ക് മടങ്ങി വരാനായിട്ട് ഞാൻ ഉപവാസം കൊടുക്കണം. എനിക്ക് രൂപാന്തരം ഉണ്ടാകാൻ എനിക്ക് ഞാൻ ഉപവാസം കൊടുക്കണം. ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ രൂപാന്തരപ്പെടുത്തുന്നത് എന്നെയാണ്, ദൈവത്തെ അല്ല. നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ദൈവത്തിന് വ്യത്യാസം ഉണ്ടാകുമെന്ന്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങൾ ഇല്ലാത്തവനാണ്. ഹീ ഈസ് ആൻ അൺചേഞ്ചിങ് ഗാഡ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തെ വ്യത്യാസപ്പെടുത്തത്തില്ല, പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ വ്യത്യാസപ്പെടുത്തും. അങ്ങനെ നിങ്ങൾ വ്യത്യാസപ്പെടുമ്പോൾ ഒരു പക്ഷേ ദൈവം, ഇപ്പം നമ്മൾ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർ മെച്യൂരിറ്റിയിലേക്ക് വളരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പല കാര്യങ്ങളും അവർക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ദൈവം നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ദൈവം തരാതിരിക്കുന്നതിനെന്നറിയാമോ? അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ്, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മച്യൂർ ആകുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മച്യൂർ ആകുന്നത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൻ്റെ പ്രത്യേകത കൊണ്ടൊന്നുമല്ല. വെൻ യു പ്രേ യു ആർ ലിവിങ് വിത്ത് ഗാഡ്, യു ആർ ബീയിങ് വിത്ത് ഗാഡ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൂടെയാണ്. മദാം ഗിയോണിൻ്റെ ഒരു ബുക്കുണ്ട്, പ്രാർത്ഥനയെക്കുറിച്ച് അവരെഴുതിയ ഒരു ബുക്കുണ്ട്, എക്സ്പീരിയൻസിങ് ഗാഡ് ത്രൂ പ്രയർ എന്ന് പറഞ്ഞ്. മാഡം ഗിയോണിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ താഴെ അവൈലബിൾ ആണ്. മാഡം ഗിയോണിൻ്റെ പുസ്തകങ്ങൾ വളരെ നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിശുദ്ധയായ ഒരു സ്ത്രീയാണ്. അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടതായ കാര്യങ്ങളൊക്കെ വളരെ നിങ്ങൾ ശരിക്കും ഒന്ന് വായിച്ച് നോക്കണം, ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ബയോഗ്രഫി നിങ്ങൾക്ക് അവൈലബിൾ ആണ് താഴെ. അപ്പോൾ ഈ മാഡം ഗിയോൺ എഴുതിയത് എക്സ്പീരിയൻസിങ് ഗാഡ് ത്രൂ പ്രയർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ദൈവത്തെ എൻ്റെ പ്രാർത്ഥനയിലൂടെ ഞാൻ ദൈവത്തെ അനുഭവിക്കുന്ന കാര്യം അതാണ് അത് പറയുന്നത്. അവർ പറയുന്നത് ഞാൻ എൻ്റെ പ്രാർത്ഥന, നമ്മളൊക്കെ ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണല്ലോ. ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നും ഞാൻ പറയുന്നൊന്നുമല്ല. പക്ഷേ ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിസ്റ്റിലുള്ള പ്രാർത്ഥന നടന്ന് അതിൻ്റെ ഉത്തരം കിട്ടിക്കഴിയുമ്പോഴേ നിങ്ങൾക്കൊരു മനസ്സമാധാനം ഉണ്ടാകത്തുള്ളൂ. എന്നാൽ മാഡം ഗിയോൺ പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ച് എണീക്കുമ്പോൾ തന്നെ എനിക്ക് സംതൃപ്തി കിട്ടിക്കഴിഞ്ഞെന്ന കാര്യം. ഞാൻ പ്രാർത്ഥിക്കുന്നത് തന്നെ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന അതിൽ തന്നെ ഞാൻ സന്തുഷ്ടയാണ്, കണ്ടൻ്റാണ്, സംതൃപ്തമാണ്. അതായത് എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അത് ഉത്തരം തരുമോ കിട്ടുമോ എന്നൊന്നും ഞാൻ നോക്കിയിരിക്കുന്ന പോലും ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. കാര്യം എൻ്റെ ആവശ്യങ്ങൾ ഞാൻ സ്തോത്രത്തോടുകൂടെ കർത്താവിനെ അറിയിച്ചു, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യം ചെയ്യേണ്ടത് ആരാണ്? ദൈവം. അത് ദൈവം ചെയ്തോളും, അതിൻ്റെ സമയത്ത് ചെയ്തോളും. നിങ്ങൾ അതിനെക്കുറിച്ച് ചെയ്യുമോ എന്നുള്ള ചിന്തയോടുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തോടെ അല്ല പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ അർത്ഥം പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ ഞാൻ 14 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് പ്രാർത്ഥന എന്നുള്ള വേദപുസ്തകത്തിൻ്റെ അർത്ഥത്തിൽ നമ്മൾ ഗ്രഹിക്കണം. നമ്മുടെ നീഡ്സ് എല്ലാം തരാനായിട്ട് കർത്താവ് തരും. എന്ത് കാര്യങ്ങളും നമ്മുടെ ഗ്രീഡ്സ് തരുമെന്നല്ല, നമ്മുടെ അത്യാഗ്രഹങ്ങൾ. ഇസ്രായേൽ മക്കളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇസ്രായേൽ മക്കൾ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അവർ ഡിസ്കണ്ടൻ്റ് ആയിരുന്നു, അവർ അസംതൃപ്തരായിരുന്നു. അവർക്ക് എന്തോ കിട്ടിയാലും പോരാ.
അവർക്ക് കർത്താവ് മരുഭൂമിയിൽ മന്ന കൊടുത്തു കഴിഞ്ഞപ്പോൾ, മന്ന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫുഡ് ഓഫ് ദി ഏഞ്ചൽസ് ആണ് എഴുതിയിരിക്കുന്നത്. ദൂതന്മാരുടെ, മല്ലന്മാരുടെ ആഹാരം എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ദൂതന്മാരുടെ ആഹാരമാണ്. ദൂതന്മാരുടെ ആഹാരം ഈ മനുഷ്യർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അതവർക്ക് പോരായിരുന്നു. അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഇറച്ചി, ഞങ്ങൾ മിസ്രയീമിൽ ഇരുന്നപ്പോൾ ഇറച്ചിക്കലങ്ങളുടെ അരികത്തിരുന്നത് ഞങ്ങൾ ഓർക്കുന്നു. അവൻ അരികത്തിരുന്നതേ ഉള്ളൂ, തിന്നിട്ടൊന്നുമില്ല. ഈജിപ്ഷ്യൻസ് അവന് ഇറച്ചി ഉണ്ടാക്കാൻ ഇവനെ ഉപയോഗിച്ച് കാണും, അത്രയൊക്കെ ഉള്ളൂ. ഇവന്മാർ പിന്നെ ഇറച്ചിയിൽ നിന്നുണ്ടല്ലോ ഈ അടിമകളെല്ലാം കൂടെ കിടന്ന് നോക്ക്. ചുമ്മാ അങ്ങ് പറയുക, ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ എല്ലാം ഉപേക്ഷിച്ച്, എല്ലാം ഞങ്ങൾ കർത്താവിന് വേണ്ടി, ഈ കർത്താവിന് വേണ്ടി ഉപേക്ഷിച്ച കാര്യമൊക്കെ പറയുന്നവനെ വളരെ ശ്രദ്ധിക്കണം. എന്ത് ഉപേക്ഷിച്ചെന്ന്? ലോകപ്രകാരം ഉണ്ടായിരുന്ന വലിയ ഉദ്യോഗമൊക്കെയും വലിച്ചെറിഞ്ഞ്, എന്തായിരുന്നു ഉദ്യോഗം? എന്നാ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നോ? ചോദിച്ചു വരുമ്പോഴേ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലെ ക്ലാർക്ക് ഉദ്യോഗം കളഞ്ഞിട്ട് വന്ന കാര്യമോ? ലോകപ്രകാരം ഉണ്ടായിരുന്ന വലിയ ഉദ്യോഗമൊക്കെയും വലിച്ചെറിഞ്ഞ് എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ പറയാൻ നാണമില്ലേ? കാര്യം എന്നറിയാമോ? നമ്മൾ സംതൃപ്തരല്ല. ദറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് തന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല. മന്ന എന്ന് പറയുന്നത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് അവർ പറയുന്നത്, ഞങ്ങൾക്ക് അവിടെ ഇറച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ ഉള്ളി ചുറ്റുള്ളി, മിസ്രൈമിൻ്റെ കാര്യമേ ഇവർക്ക് പറയാനുള്ളൂ. എന്നിട്ട് പറയുകയാണ്, ഈ മന്ന അല്ലാതെ വേറെ എന്നാ ഉണ്ട്? അവർ ചോദിക്കുക, എവിടെ നോക്കിയാലും മന്ന 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 മന്ന, വേറെ എന്തോ ഉണ്ട്? ഇതല്ലാതെ എന്തോ നിനക്ക് വേണ്ടത്? നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകത്ത്, ഈ മന്നയ്ക്കകത്ത് ഉണ്ട്. ദൈവം എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു പക്ഷെ പറയും, അവർക്ക് മന്നായെങ്കിലും ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതും ഇല്ലല്ലോ സഹോദര. അവർക്ക് രാവിലെ എന്തോ ചെയ്യായിരുന്നു, മന്നായെങ്കിലും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അതുമില്ല, കഴിക്കാൻ പോലും ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞേക്കാം. ഒരു പക്ഷേ ദൈവം എന്തുകൊണ്ടാണ് നമുക്ക് കഴിക്കാൻ ചില സമയത്തെങ്കിലും തരാത്തതെന്നറിയാമോ? നമുക്ക് വിശപ്പ് നമ്മുടെ നീഡായി വരുമ്പോഴാണ്. ചിലപ്പം ചില കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? വിശന്നേലേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ആത്യന്തിക നന്മ എന്താണെന്നുള്ളതാണ് കർത്താവ് അന്വേഷിക്കുന്നത്. അല്ലാതെ ഇപ്പോഴെനിക്ക് എന്ത് ആവശ്യമുണ്ടെന്നുള്ളതല്ല കർത്താവ് ചിന്തിക്കുന്നത്. കാര്യം എൻ്റെ ഭാവിയെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയെക്കുറിച്ചുള്ള എൻ്റെ മെസ്സേജിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിൽ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് നിങ്ങൾ ചോദിക്കും മുമ്പേ അറിയുന്നു. അപ്പം സ്വാഭാവികമായി നമുക്കൊരു ചോദ്യം ഉണ്ടായേക്കാം, ചോദിക്കും മുമ്പേ ദൈവത്തിന് അറിയാം, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണ്ടല്ലോ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെന്നറിയാമോ? നിങ്ങളുടെ ആവശ്യം ദൈവത്തെ അറിയിക്കാനൊന്നുമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പറഞ്ഞിട്ട് വേണോ നിങ്ങളുടെ ആവശ്യം ദൈവം അറിയാൻ? പന്ത്രണ്ട് പറഞ്ഞല്ലോ, കർത്താവെ ഒറീസായ സൈക്ലോൺ അടിച്ച വിഷയം നീ ടൈംസ് ഓഫ് ഇന്ത്യ വായിച്ച് അറിഞ്ഞു കാണുമല്ലോ എന്ന് പറഞ്ഞ പോലെ. നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല നമ്മുടെ ആവശ്യം സ്വർഗ്ഗസ്ഥ പിതാവ് അറിയുന്നത്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മളറിയത്തില്ല. നമ്മുടെ ആവശ്യം എന്തെന്ന് നമ്മളറിയാനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാര്യം നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുന്നത് നമ്മുടെ ആവശ്യങ്ങളുമായിട്ടൊന്നുമല്ല, പലപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങളുമായിട്ടാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. എന്താണ് നമ്മുടെ ആവശ്യം, എന്താണ് നമ്മുടെ ആഗ്രഹം, എന്താണ് നമ്മുടെ ദുരാഗ്രഹം? ഇതൊക്കെ ദൈവ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വേർതിരിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ വിശപ്പ് നമ്മുടെ ആവശ്യമായിരിക്കാം. വിശപ്പാണ് എൻ്റെ ആവശ്യമെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അർത്ഥമില്ല. ദൈവം എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ധനവാന്റെയും ലാസറിൻ്റെയും കഥ നിങ്ങൾക്കറിയാമല്ലോ. ലാസർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ജീവിച്ചതെന്നും അവന് ഭക്ഷണം കിട്ടാൻ എന്തുമാത്രം പ്രയാസമായിരുന്നെന്നും നായ്ക്കളോടുകൂടെ ഭക്ഷണം പങ്കിട്ടവനായ ആ ലാസറിന് ആവശ്യമുണ്ടായിരുന്നതൊക്കെ ദൈവം കൊടുത്തിരുന്നോ? ടെൽ മീ. ദരിദ്രനായ ഭിക്ഷാടനം നടത്തുന്ന, ദേഹം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന പട്ടി വന്ന് നക്കുകയാണ്. The dogs were licking his boils. അങ്ങനെയുള്ള ലാസറിന് ആവശ്യമുള്ളത് ദൈവം കൊടുത്തിരുന്നോ? എല്ലാവരും പറയുന്നല്ലോ, മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ അവർ നീഡ്സ്. ലാസറിന് കിട്ടിയായിരുന്നോ അവന് ആവശ്യമുള്ളത്? എന്തായാലും ഒന്നും മിണ്ടാതെ. യെസ്, ലാസറിന് ആവശ്യമുള്ളത് ദൈവം ലാസറിന് കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ടാണ് അവനങ്ങ് സ്വർഗത്തിൽ ചെന്നത്. കാര്യം ആത്യന്തികമായി അബ്രഹാമിൻ്റെ മടിയിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവൻ എങ്ങനെ ഇവിടെ ജീവിക്കണം എന്നുള്ളത് അവനറിയാവുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ട് ആ സാഹചര്യത്തിലൂടെയാണ് ദൈവം അവനെ നയിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ വിശപ്പ് അനുഭവിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിശക്കുന്നെന്ന് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് തല്ലിക്കൊല്ലത്തൊന്നുമില്ല. കാര്യം നിങ്ങളുടെ അപ്പനല്ലേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഒരു പ്രശ്നമില്ല. നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് ദൈവസന്നിധി ചെന്നാലും ദൈവം തല്ലിക്കൊല്ലത്തൊന്നുമില്ല കേട്ടോ. അതാരും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്കൊരു കാറ് വേണമെന്ന് അങ്ങ് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി അങ്ങ് പറഞ്ഞോ, കർത്താവ് എനിക്കൊരു കാറ് വേണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ട്, പറയാതിരിക്കൊന്നും വേണ്ട. പക്ഷേ കാറ് വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും? ദൈവമായിരിക്കും. കാര്യം കാറ് കിട്ടിക്കഴിഞ്ഞ് വല്ലയിടത്ത് ഇടിച്ചാകുന്നതിനേക്കാളും നല്ലതല്ലേ കാറ് കിട്ടാതിരിക്കുന്നത്. നമുക്കുള്ള പല നന്മകളെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും കർത്താവ് നമുക്ക് നൽകാത്തത് ആത്യന്തികമായി അത് ഒരു വലിയ ദുരന്തത്തിലേക്ക് നമ്മളെ കൊണ്ട് ചാടിക്കാതിരിക്കാൻ വേണ്ടിയാണ്.
അതുകൊണ്ട് കാറ് കിട്ടിയവരെല്ലാം ഇടിച്ചാകാനൊന്നുമല്ല. കാറ് നിങ്ങൾക്ക് നീഡാകുന്ന സമയത്ത് കർത്താവ് നിങ്ങൾക്ക് കാറ് തരും. വീട് നിങ്ങൾക്കൊരു നീഡാകുന്ന സമയത്ത് കർത്താവ് നിങ്ങൾക്ക് വീട് തരും. നിങ്ങളുടെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം ഇന്ന് തന്നിരിക്കുന്ന കാര്യത്തിൽ സംതൃപ്തനാകാൻ പഠിക്കണം. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. വേദപുസ്തകത്തിൻ്റെ സ്വർണ്ണവാക്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വാക്യമായിരിക്കും. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 1 തിമോത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, മലയാളത്തിൽ ഇച്ചിരി വ്യത്യാസം എഴുതിയിട്ടുണ്ട്, അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാകുന്നു. പക്ഷേ കറക്റ്റായിട്ടുള്ള അർത്ഥം അലംഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലാവും അവനൊരു അലംഭാവി എന്ന് പറയും. അലംഭാവം എന്ന് പറയുന്നത് സംതൃപ്തി എന്നാണ്. സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെയേറെ വിലയേറിയതാണ്. ആദായ സൂത്രമാകുന്നതല്ല. ചിലർ ഭക്തി ആദായ സൂത്രം എന്ന് ചിന്തിക്കുന്നു, എന്നാൽ അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാകുന്നു. അതൊരു പോസിറ്റീവ് വേർഡാണ്. അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാകുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അലംഭാവത്തോടുകൂടിയ ഭക്തിയാണ് എല്ലാ ആദായം ഉണ്ടാക്കാനുള്ള മാർഗം. അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അതൊരു വലിയ റിലിജിയൻ വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. യു അണ്ടർസ്റ്റാൻഡ്? അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. കാര്യം സംതൃപ്തിയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം എനിക്ക് തന്ന കാര്യത്തിൽ, ദൈവം എനിക്ക് തരുന്നതിനകത്ത് ഞാൻ സംതൃപ്തനാണ്. എനിക്ക് ആരോടും അസൂയോ പകയോ അസൂയോ ഒന്നും ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട് അസൂയ ഉണ്ടാകുന്നത്? എപ്പോഴും നമ്മൾ മുകളിലുള്ളവരുമായിട്ടാണ് നമ്മളെ താരതമ്യം ചെയ്യുന്നത്. നിങ്ങൾ താഴെയുള്ളവരോട് ചിന്തിച്ച് നോക്ക്. ഇംഗ്ലീഷിൽ ഒരു കവിത ഇങ്ങനെ പറയുന്നുണ്ട്, ഐ വാസ് കംപ്ലൈനിങ് അബൌട്ട് മൈ ഷൂസ് അണ്ടിൽ ഐ സോ എ മാൻ വിത്ത് നോ ലെഗ്സ്. കാലുകളില്ലാത്ത ഒരാളെ കാണുന്നത് വരെയും ഞാൻ എൻ്റെ ഷൂവിന് വേണ്ടി പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ എപ്പോഴും മുകളിലുള്ള ആളുകളെ നോക്കിയാണ് നമ്മൾ, അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. എന്ത്? എപ്പോഴും മുകളിലുള്ള എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മുകളിലൊന്നും അല്ല, നമ്മുടെ നോട്ടത്തിൽ മുകളിലുള്ള. അപ്പോഴാണ് പിശാച് വന്നിട്ട് ഈ അസംതൃപ്തിയുള്ള ആളുകൾക്ക് ഈ സജഷൻസ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് മുകളിലുള്ളത് എന്ന് ഞാൻ പറയാൻ കാര്യം, മുകളിലുള്ളതായതുകൊണ്ടല്ല, നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. ഇങ്ങനെ നിങ്ങൾക്ക് ഉപരിയായി ജീവിക്കുന്ന പല ആളുകളും പല കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ആ രീതിയിൽ ജീവിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്നതിൽ നിന്ന് ഉയർന്ന സാമ്പത്തിക പശ്ചാത്തലത്തിലും സാമൂഹ്യ പശ്ചാത്തലത്തിലും ജീവിക്കുന്ന പല ആളുകളും, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ജീവിത രീതി സ്വന്തമാക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ഒരു ഉയർന്ന ജീവിത രീതിയിലേക്ക് പോയ വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്നത് ധനവാന് സംഭവിച്ചതാണ്.